മറിയയുടെ സ്തോത്ര ഗീതം, ദി പ്രൈസസ് ഓഫ് മദർ മേരി. ലൂക്കോസിൻ്റെ സുവിശേഷം 1:45 എടുക്കുന്നത്. ആദ്യം കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇത് എലിസബത്ത് കന്യക മറിയാമിൻ്റെ അടുക്കൽ ഗബ്രിയേൽ മാലാഖ വന്ന് എലിസബത്തിനിപ്പോൾ 6 മാസമായി എന്ന് പറഞ്ഞപ്പോൾ എലിസബത്ത് കന്യക മറിയാം ബന്ധപ്പെട്ട് എലിസബത്തിൻ്റെ അടുക്കൽ കടന്നു ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അപ്പം ഗബ്രിയേൽ മാലാഖ വന്നിട്ട് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞ് ആശീർവാദം കൊടുത്ത് ഗബ്രിയേൽ മാലാഖ പറയുന്നു, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ നിഴലിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ നിന്നിൽ ഉണ്ടാകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരാളിൽ നിഴലിക്കുക എന്ന് പറയുമ്പോൾ സബ്സ്റ്റൻസ് അതിൻ്റെ ആ വ്യക്തി അല്ലെങ്കിൽ ആ സാധനം അതിൻ്റെ മുകളിൽ വരണം, അല്ലാതെ എങ്ങനെയാണ് നിഴല് വരുന്നത്? അപ്പം പരിശുദ്ധാത്മാവിൻ്റെ നിഴലിപ്പ് കന്യക മറിയാമിൽ ഉണ്ടായപ്പോൾ പുത്രനായ യേശു ക്രിസ്തു ജാതനായി. അപ്പം പരിശുദ്ധാത്മാവാണ് മുഴുവൻ പ്രവൃത്തി ഇവിടെ ചെയ്യുന്നത്. അപ്പം ദൂതൻ വന്ന് ദൂത് കൊടുക്കുന്നു, കന്യക ചോദിക്കുന്നത് എങ്ങനെ സംഭവിക്കുമെന്ന്. അങ്ങനെ സംഭവിക്കുന്നത് അസാധ്യമായതിനാൽ ഗബ്രിയേൽ മാലാഖ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അതേ, ദൈവത്തിൻ്റെ സർവശക്തനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മുകളിൽ നിഴലിക്കുമ്പോൾ നിൻ്റെ ഉള്ളിൽ ശിശു ഉണ്ടാകും. ഉടനെ ചോദിച്ചതിന് ഉത്തരം കിട്ടിയതിനാൽ കന്യാമറിയാം തിരിച്ചു കൊടുക്കുന്ന ഉത്തരമാണ് 1-ാം അധ്യായത്തിൽ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ ഏകദേശം 38 പറയുന്നു, മറിയ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ദൂതൻ വിട്ടുപോയത് എന്താ? ജോലി തീർത്തു. നമ്മൾ വന്നിട്ട് ഒരു കാര്യം ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ ദൂതൻ സന്തോഷത്തോടെ തിരിച്ചു പോകുന്ന കണ്ടോ? നമ്മളോടൊക്കെ എത്രയോ പ്രാവശ്യങ്ങൾ ദൈവാത്മാവിൽ നമ്മൾ കേൾക്കുന്നു, ദൂതനിൽ കൂടെ കേൾക്കുന്നു, സ്വപ്നത്തിൽ കൂടെ കേൾക്കുന്നു, പ്രസംഗത്തിൽ കൂടെ കേൾക്കുന്നു, TV കൂടെ കേൾക്കുന്നു. എന്നും വചനം കേട്ട് ചുമ്മാതെ അങ്ങ് ഒഴുകിപ്പോകുന്നതിന് പകരം കന്യക മറിയാം പറഞ്ഞു, ഇതാ നിൻ്റെ ദാസി, നിൻ്റെ ഹിതം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് അത് സംഭവിച്ചത്. അതാണ് നമ്മൾക്കും ഈ ക്രിസ്തുമസിന് ആവശ്യമുള്ളത്. ദൈവം ഒരാളെ തിരഞ്ഞെടുത്ത്, പ്രീഡിസ്റ്റൈൻഡ് എന്ന് പറയും, നേരത്തെ തിരഞ്ഞെടുത്തതാണ് എങ്കിൽ അതിൽ നിന്ന് എത്രയൊക്കെ ഓടിച്ചാടി മാറിയാലും കർത്താവ് അവരെ തിരിച്ചു കൊണ്ടുവരും. ഗബ്രിയേൽ ഒരു അടയാളം കൊടുക്കുകയാണ്, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. എന്നിട്ട് പറയുന്നു, നിൻ്റെ ചാർച്ചക്കാരത്തി മീൻസ് ബന്ധമുള്ളവരെന്നാണ്. നിൻ്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇന്ന് 6-ാം മാസം. അത് മച്ചിയും വന്ധ്യതയും മച്ചിയും എന്നുള്ള പദവിയും കന്യാകത്വം മക്കളുണ്ടാകുന്നില്ല എങ്കിൽ ഒരുപോലെ ശപിക്കപ്പെട്ടതാണെന്ന് ഓർക്കണം. ഇവിടെ കന്യകയായ മറിയ ഗർഭം ധരിക്കുന്നു. വന്ധ്യ അല്ലെങ്കിൽ മച്ചിയായ എലിസബത്ത് പ്രായം ചെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അവിടെയും ഒരതിശയം നടക്കുകയാണ് നമ്മൾ കാണുന്നത്. അപ്പം ദൈവം ഒരു ദൂത് കൊടുക്കുകയാണ്. ഇത് അറിഞ്ഞുടനെ തന്നെ കന്യക മറിയം ബന്ധപ്പെട്ട് ആ ദേശത്തേക്ക് കടന്നു ചെന്നെന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അത് കടന്നു ചെല്ലുന്ന ഭാഗത്താണ് ഈ എലിസബത്ത് മറിയയുടെ ശബ്ദം കേൾക്കുമ്പോൾ തൻ്റെ ഉള്ളിലുള്ള പ്രജ സന്തോഷിക്കുകയും സ്ത്രീകളിൽ, അപ്പോൾ എലിസബത്ത് വിളിച്ചു പറയാണ്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിൻ്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നീ അനുഗ്രഹിക്കപ്പെട്ടത് എന്തുകൊണ്ടെന്നാണ്? കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവം പറയുന്നത് വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും? എൻ്റെ അവിശ്വാസം എന്ന ദുഷ്ടഹൃദയത്തെ നമ്മളിൽ നിന്ന് എടുത്തു കളയണമെന്നാണ് ദൈവം എന്നും നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് ദിനം പ്രതിയല്ല, നിമിഷം പ്രതി നമ്മളെ ഓർപ്പിച്ചില്ല എങ്കിൽ
പല മണ്ടത്തരങ്ങളുള്ള തീരുമാനം എടുക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിന് വിപരീതമായിട്ട്. പിന്നെ നമ്മൾ കുഴിയിൽ ചെന്ന് വീടടിച്ച് പിന്നെ എഴുന്നേറ്റ് നടക്കും. അതായത് ഇസ്രായേൽ ജനത 40 വർഷം സെയ്യൂർ പർവ്വതത്തിന് ചുറ്റും നടന്നതുപോലെ നടപ്പ് തന്നെ. ഇവർ പഠിക്കുമോ? പഠിച്ചിട്ടില്ല. നമ്മൾ പഠിക്കുമോ? പഠിച്ചിട്ടില്ല. പഠിക്കാൻ അതുകൊണ്ടാണ് ദിനം പ്രതി മന്ന പുതുത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, പുതുക്കിക്കൊണ്ടിരിക്കണം. പഴയ കാതലായ സത്യം ഒന്ന് തന്നെ. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ, ഈ ക്രിസ്മസിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചവൻ്റെ മനസ്സിൽ കൂടെ പോയത്, എല്ലാവരും കേട്ടിട്ടുള്ള ദൂത് തന്നെയല്ലേ ഞാനും പറയുന്നത്. കറക്റ്റാണ്, എല്ലാവരും കേൾക്കുന്ന. പക്ഷെ ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദൂതുകൾ പറയുന്നവരിൽ അഭിഷേകമുണ്ട് എങ്കിൽ അത് ചിലവരുടെ മേൽ ചെന്ന് വീണിട്ട് ജീവവൃക്ഷം കേൾക്കും. അത് ആരയക്കുന്ന ദൂത് അയച്ചിട്ടാണെന്ന് അറിയാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, വിത്ത് കളപ്പുരയിലിരുന്ന കാര്യം ശരിയാകത്തില്ല, വിത്ത് എടുത്ത് എറിഞ്ഞുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് വചനം അയക്കുമ്പോൾ ആത്മാവുള്ളവരുടെ ഹൃദയത്തിൽ ഇത് കൊണ്ടിട്ട് ജീവവൃക്ഷം കിളുക്കുക തന്നെ ചെയ്യും. കന്യാമറിയാമിനെ കുറിച്ച് ഒരു പഴയ ഒരു ബുക്കിനകത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്: മറിയാം എന്ന വരണ്ട ഭൂമിയിൽ നിന്ന് മുളച്ച് വരുന്ന അനുഗ്രഹീത സസ്യം. ഇതിൻ്റെ ഓതർ ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, പക്ഷെ വളരെ ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്ന ഒരു സത്യങ്ങൾ ഞാൻ കുറച്ച് പറയാൻ പോവാണ്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തെ സൂചിപ്പിക്കാൻ സഭാപിതാക്കൾ പഴയ നിയമത്തിലെ ചില ഭാഗങ്ങൾ ഉദ്ധരിക്കുന്നതായിട്ട് കാണാം. അപ്പം ക്രിസ്തു മനുഷ്യനായിട്ട് അവതരിക്കാൻ വേണ്ടി ദൈവം കാലങ്ങൾക്കു മുമ്പിൽ നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് പല കാര്യങ്ങളും പഴയ നിയമത്തിൽ കാണിക്കുന്നുണ്ട്, പുതിയ നിയമത്തിൽ പൂർത്തിയായി എന്നേ ഉള്ളൂ. നമ്മൾ ഉൽപ്പത്തി 3:15 പറയുന്നു, ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിൽ, നിൻ്റെ സന്തതിക്കും അവൻ്റെ സന്തതിക്കും തമ്മിൽ എന്നും ശത്രുത്വം ഉണ്ടാകും, ഞാൻ നിൻ്റെ സന്തതി അവൻ്റെ തലയെ തകർക്കും. അന്ന് കൊടുത്ത വാഗ്ദത്തം ഇന്ന് നിലനിൽക്കുകയാണ്. ആ വാഗ്ദത്തത്തിൻ്റെ ബലത്തിലാണ് നമ്മൾ ക്രിസ്തുമസ് ആചരിക്കുന്നത്. ആദം പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് അടുത്തുണ്ടാകുന്ന മകനായിരിക്കും എന്നെ ഈ കഷ്ടത്തിൽ നിന്ന് രക്ഷിച്ച് തിരിച്ചെന്നെ പാറദീസയിൽ കൊണ്ടുപോകുന്നു. ഇല്ല, കാലത്തികവിൽ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ദൈവം തൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ കുഞ്ഞാടായിട്ട്, അല്ലെങ്കിൽ ദൈവം മനുഷ്യൻ്റെ പാപങ്ങൾ, ആദം തൊട്ട് തുടങ്ങിയ പാപത്തിന് പരിഹാരമായിട്ട് ഒരു ബലിയായിട്ട് അയക്കുകയാണ് ഈ ക്രിസ്തുമസിനെ ചെയ്തത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഴയ നിയമം മുഴുവനും വരണ്ട ദേശം അല്ലെ മരുഭൂമിയുടെ ജീവിതമാണ്. ആ മരുഭൂമി വരണ്ട ദേശമാണ് എന്ന് പറയുമ്പോൾ അതിനൊരു എക്സാമ്പിൾ സഭാപിതാക്കന്മാർ ഉപയോഗിച്ചത് മോശ കണ്ട മുൾപ്പടർപ്പാണ്, മരുഭൂ ജീവിതമാണ്. മുൾപ്പടർപ്പിനകത്ത് അകത്തൊരു തീ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് എപ്പോഴും ഡെസേർട്ടിൽ അല്ലെങ്കിൽ മരുഭൂമിയിൽ തീ കത്തും. പക്ഷെ മോശ പറയുന്നത്, സാധാരണ തീ കത്തുമ്പോൾ അവിടെ ആ മുൾപ്പടർപ്പും കത്തി അങ്ങ് പോകും. ഇത് മുൾപ്പടർപ്പ് അവിടെ നിൽക്കുകയും തീ കത്തുകയും അകത്തുനിന്ന് പുറത്തോട്ട് വരികയും ചെയ്തപ്പോൾ മോശ പറഞ്ഞു, ഇതൊരു അസാധാരണ കാര്യമാണല്ലോ, ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അടുത്ത് ചെന്നപ്പോഴാണ് ദൈവം മോശയെ എന്ന് വിളിച്ചിട്ട് അകത്ത് കയറി വരുമ്പോൾ ചെരുപ്പ് ഊരിയേൽപ്പിച്ച് അകത്ത് കയറി വിശുദ്ധ സ്ഥലമാക്കിയിട്ട് ദൈവം മോശയെ തിരഞ്ഞെടുക്കുകയും ഇസ്രായേൽ ജനതയെ മിസ്രൈമിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തത്. അപ്പം വരണ്ട മരുഭൂമിയിൽ വെച്ചാണ് മോശയോട് ദൈവം സംസാരിച്ച്. അതുപോലെ തന്നെ കന്യകമറിയാം അറിയാമായിരുന്നു, പഴയ നിയമം മുഴുവനും പഠിച്ചിട്ടുള്ള കന്യാമറിയത്തിൻ്റെ മാതാപിതാക്കൾ പ്രായം ചെന്നവരായിരുന്നെന്നും പള്ളിയിൽ ചർച്ചിലാണ് സഭയിൽ വളർന്നു വന്നതെന്നും അറിയാം. അപ്പോൾ മാതാവിൻ്റെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് ദൂത് പറയുന്നു, അങ്ങനെ ദൈവത്തിൻ്റെ പുത്രൻ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോക ജീവിതത്തിൽ ആ മുൾപടർപ്പിനകത്ത് തീ കത്തിയതുപോലെ തന്നെ മാതാവിൻ്റെ ഉള്ളിൽ തീ കത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ആ തീ എന്ന് വെച്ചാൽ ഇത് ചെറിയ കാര്യമല്ല, ജീവൻ്റെ തീയാണ്. ആ തീയ് ശരീരം കെട്ടുപോകുന്നില്ല, എന്നാൽ ആത്മാവ് തീയോടെ ജീവിച്ച് സുപുത്രനെ, ദൈവത്തിൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് ഒരു സൃഷ്ടിയായിട്ടല്ലേ, മനുഷ്യനായിട്ട് ജഡത്തിൽ കടന്നു വരാൻ ഉപയോഗിച്ചത് കന്യകമറിയത്തിനെ തന്നെയാണ്. പല ചർച്ചകൾ മാതാവിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, മാതാവിനെ ദൈവമായിട്ട് കാണണമെന്നല്ല. പക്ഷെ ദൈവം കന്യാമറിയത്തിനെ ബഹുമാനിച്ചു എങ്കിൽ ആ ബഹുമാനം കൊടുക്കാൻ നമ്മളും
ഒട്ട് വിനയപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് അടുത്ത വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മറിയ അതിന് ഉത്തരം കൊടുക്കുന്നത്. എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നു. ഇന്ന് മുതൽ എല്ലാ തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അവിടെ നിർത്താം. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്ന് കന്യാകുമാരി ആത്മാവിലാണ് പറഞ്ഞത് എങ്കിൽ അതിന്ന് സഫലമായിരിക്കുകയാണ്. സകല തലമുറകളും ഭാഗ്യവതി എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞെങ്കിൽ വിരൽ ചൂണ്ടുന്നവരോട് പറയട്ടെ, സൂക്ഷിച്ചു വേണം ദൈവാത്മാവ് പറയുന്നതിനെതിരായിട്ട് നമ്മൾ സംസാരിക്കാൻ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഒരാളെ മാനിച്ചാൽ മാനിച്ചത് തന്നെയാണ്. സർവ്വതലമുറകളും സദാ തലമുറകളിലും വരാൻ പോകുന്ന തലമുറകൾ കൊടുക്കേണ്ട മഹത്വം കൊടുത്തുകൊണ്ട് മാനിക്കാൻ തക്കവണ്ണം നമ്മൾ ഈ മരുഭൂ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ വന്ധ്യതയാകുന്ന ഈ ഭൂമിയിൽ ഒരു സ്വന്തപുത്രനായിട്ട് ദൈവം ഒരു സ്ത്രീയെ സ്വീകരിച്ചത് കന്യാമറിയത്തിനെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ അടുത്ത ബാക്കി ഭാഗം അടുത്ത ദിവസം പറയാൻ ആഗ്രഹിക്കുന്നു. അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മേലേക്ക് കടന്നു വന്ന് സ്തോത്ര ഗീതമല്ല സ്തോത്രയാഗം പറയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാവുകളെ ബലപ്പെടുത്തണമേ. ഇന്നു മുതൽ എല്ലാ തലമുറകളും ഞങ്ങളെ ദൈവത്തിൻ്റെ ഭാഗ്യവതിയായ പദവിയിലാകണമെങ്കിൽ കൃപ ലഭിക്കാതൊക്കത്തില്ല. കൃപായുഗം തുറന്നു തന്നത് പഴയ നിയമത്തിൻ്റെ അവസാനത്തെ കണ്ണിയായിട്ട് കന്യക മറിയാം വന്ന് നിൽക്കുന്നതായിട്ടും കന്യകയിൽ കൂടെ വന്നതായ യേശു ക്രിസ്തു പുതിയ നിയമം തുടങ്ങുന്നതായിട്ട് നമ്മൾ കാണുമ്പോൾ വലിയൊരു പ്രധാനപ്പെട്ട ഒരു പങ്കാണ് അവിടെ സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്നത്. അന്ന് കന്യകയെ വിളിച്ച ആ വിളിയാണ് കൃപ ലഭിച്ചവളെ. കൃപ ലഭിച്ചവൾ കൃപ നിറയുകയാണ് ചെയ്തത്. അന്ന് തൊട്ട് കൃപായുഗം തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ആ കൃപായുഗത്തിൽപ്പെട്ടവരാകിയാൽ ഞങ്ങൾക്കും കൃപ ലഭിക്കുവാൻ അതൊരു മുഖാന്തരമാക്കിയതിന് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് മാതാവിനുള്ള വിശുദ്ധിയും വിനയവും സത്യത്തിൻ്റെ ആത്മാവ് ദൈവം പറയുന്നു, ഇതാ നിൻ്റെ ദാസി തിരുഹിതം പോലെ നടക്കട്ടെ എന്ന് പറയാൻ കഴിവുള്ള കുറേ പേരെ ഉണ്ടാക്കിയെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവഹിതം ഒരാളിൽ സഫലമാകണമെങ്കിൽ ഒരു പാത്രം ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങളാകുന്ന പാത്രങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിറച്ചുകൊണ്ട് ദൈവപ്രവർത്തനം ദിനംപ്രതി ചെയ്തെടുക്കാനും ദൈവത്തിന് മഹത്വം കൊടുക്കാനും ഞങ്ങളെ പഠിപ്പിച്ചാട്ട്. നാഥൻ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചതിനാൽ നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.